നമ്മളിപ്പോൾ നിൽക്കുന്നത് മൂന്നാറിലാണ്. അതെ, നമ്മുടെ സ്വന്തം മൂന്നാറിൽ. മൂന്നാറിൽ അധികം ആരും പോവാത്തൊരു സ്ഥലത്തേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ സ്ഥലത്തിൻ്റെ പേര് കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ്. അതെ, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു പ്രദേശമാണിത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് അധികം ആരും ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. കാരണം ഇത് നമ്മുടെ മാട്ടുപ്പെട്ടിയിലാണ്. മാട്ടുപ്പെട്ടി അറിയാലോ, മൂന്നാറിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ അകലെ. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു ട്രാക്ടറുണ്ട്. ഈ ട്രാക്ടറിലാണ് ഇവിടുത്തെ ആൾക്കാരെ, അതായത് തൊഴിലാളികളെ ഈ ടീ എസ്റ്റേറ്റിലൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ മാട്ടുപ്പെട്ടിയിലെ പോസ്റ്റ് ഓഫീസ്. ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് പോസ്റ്റ് ഓഫീസ് മാട്ടുപ്പെട്ടി എന്ന്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തേട്ട് കയറി വിശേഷങ്ങളൊക്കെ നോക്കാം. ഇതാണ് ഈ പ്രോപ്പർട്ടിയുടെ ഉൾവശം. ഉൾവശം എന്ന് പറയുന്നത് 2000 ഏക്കറിലായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. അപ്പോൾ 2000 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിവിശാലമായ ഒരു പുൽമേട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ പ്രധാനമായിട്ടും ഇവിടെ നടക്കുന്ന പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് നമ്മൾ പശുപരിപാലനം ഉണ്ടല്ലോ, പശുക്കളുടെ പരിപാലനവും അതിൻ്റെ പാലെടുക്കുക, പശുവിൻ്റെ പാലെടുത്ത് നമ്മളെ മിൽമയ്ക്ക് കൊടുക്കുക, ഇതാണ് അവിടുത്തെ പ്രോസസ്സ്. ഇത് ക്ഷീരവികസന കോർപ്പറേഷൻ അണ്ടറിലാണ് ഈ പ്രോപ്പർട്ടി. അപ്പം നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുവാണെങ്കിൽ നമ്മളൊരു വിദേശ രാജ്യത്ത് നിൽക്കുകയാണെന്നല്ലേ തോന്നുള്ളൂ ഈ ഒരു ഫ്രെയിമിൽ, അല്ലേ? അപ്പം അത്രയ്ക്ക് മനോഹരമാണ് ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് കീഴിലുള്ള ഈ ഒരു എസ്റ്റേറ്റ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഇവരുടെ ഈ തൊഴിലാളികളുടെ ഒരു അമ്പലമാണ്. അപ്പോൾ ഈ അമ്പലത്തിൽ അവർ ഡെയിലി വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അവർ ജോലിക്ക് തുടരുന്നത്. അതായത് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ഇതിനകത്ത് ഉള്ള ഈ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചിട്ട് ഇവിടെ തന്നെ അവർ ജോലി എടുക്കും. ഈ കാണുന്ന വലിയ വൃക്ഷങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ റെയർ പീസാണ്. ഇതൊന്നും നമുക്കൊരു പ്രോപ്പർട്ടിക്കകത്ത് നമുക്ക് സ്വാഭാവികമായിട്ട് കാണാൻ കഴിയും. അപ്പോഴത്തേക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ വരണം. കാരണം മൂന്നാറിലെ മാട്ടുപ്പെട്ടിയിലെ ലൈഫ് സ്റ്റോക്കിൽ തന്നെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു കാഴ്ചകൾ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞാൽ എത്രത്തോളം അത് എക്സ്റ്റാബ്ലിഷ് ആവുമെന്ന് എനിക്കറിയില്ല. കാരണം അത്രയ്ക്ക് മനോഹരമാണ് ഈ സ്ഥലം. നമ്മൾ താമസിക്കുന്ന ബംഗ്ലാവ് ID ബംഗ്ലാവ് എന്നാണ് ഇതിന് പറയുന്നത്. വരുന്ന നോക്കെ ശരി, സൂര്യപ്രകാശം അടിക്കുന്നതൊക്കെ ഒരു വ്യൂ കാണിച്ചു തരാം. നമ്മൾ സീനറീസിലൊക്കെ കാണുന്ന കൂട്ടുള്ള ഒരു ദൃശ്യങ്ങളല്ലേ. ഈ സൗണ്ടേ ട്രാക്ടർ താഴോട്ട് പോകുന്നത് അതോ ട്രാക്ടർ പോകുന്നുണ്ടോ? ഈ ട്രാക്ടർ പോകുന്ന സൗണ്ടാണ്. ഇത് വാഗമൺ. ഇത് നമ്മളുടെ ഈ ക്വാർട്ടേഴ്സ് ഒന്ന് പരിചയപ്പെടുത്തരാം. ക്വാർട്ടേഴ്സ് പഴയ ക്വാർട്ടേഴ്സായിട്ടോ. കയറുമ്പോൾ തീ കായാൻ ഉള്ളൊരു പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, നമുക്ക് കാണാം. അത്യാവശ്യം നല്ല ഒരു റൂമാണ്. ഫ്രണ്ട് ഇതാണ് ഹോള്. അത്യാവശ്യം ഗസ്റ്റിനൊക്കെ വന്ന് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഹോള് തീ എന്തായാലും കായുന്നുണ്ട്. ഇപ്പം മൂന്നാറിൽ അത്രയ്ക്ക് നല്ല തണുപ്പുണ്ട്. നമ്മളിപ്പോൾ ഒന്ന് റൗണ്ട്സ് അടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ്, അതായത് നമ്മുടെ പശു വളർത്തൽ കേന്ദ്രമുണ്ട്. കേരളത്തിലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരുടെ കോച്ചിങ് ഒക്കെ ഇവിടെ നിന്നാണ് കൊടുക്കുന്നത്. അപ്പം ഇത് ഡയറക്ടർ മിനിസ്റ്റർ ചിഞ്ചുറാണി മിനിസ്റ്റർ അണ്ടറിലുള്ള സ്ഥാപനമാണ്. രാവിലെ ബേർഡ് പക്ഷികളൊക്കെ ചിലിക്കുന്ന സൗണ്ടുണ്ട്. ഇതൊരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്ര മനോഹരമായ ഒരു സൈറ്റിൽ, ഒരു സ്ഥലത്ത് മൂന്നാർ താമസിക്കുന്നത്. അതിമനോഹരം എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയായിപ്പോകും. അതുകൊണ്ടത് പറയുന്നില്ല. വരിക, വന്ന് കാണുക, കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. സമയം രാവിലെ 6 മണിയാണ്. അതുകൊണ്ട് ഈ പക്ഷികളൊക്കെ ചിലക്കുന്ന സൗണ്ടൊക്കെ നമുക്ക് കേൾക്കാൻ സാധിക്കും. കണ്ട ഈ വൃക്ഷത്തിലൊക്കെ പക്ഷികളൊക്കെ ചിലക്കുന്ന സൗണ്ട് നമുക്ക് കേൾക്കാം. അപ്പോൾ ഇതാണ് പുൽമേട്. ഈ പുൽമേട്ടിലോട്ടാണ് നമ്മൾ ഇവിടെ വളർത്തുന്ന പശുക്കളെ മേയാൻ വേണ്ടി വിടുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ വളർത്തുന്ന പശുക്കൾക്ക് മൂക്കയറിട്ടിട്ടില്ല എന്നുള്ളതാണ്. കാരണം അവർ സ്വതന്ത്ര വികാര കേന്ദ്രമായിട്ട് ഈ കാണുന്നതിലേക്ക് പശുക്കളെ അവർ മേയാൻ വേണ്ടി വിടും. പശുക്കൾ മേഞ്ഞ് അവരാവശ്യം പോലെ പുല്ലൊക്കെ കഴിച്ച് അവർ തിരിച്ചു വരും. അവിടെ നമുക്കൊരു ബംഗ്ലാവ്, ഒരു ചെറിയൊരു ക്വാർട്ടേഴ്സ് കാണാൻ പറ്റും. കണ്ടോ ക്വാർട്ടേഴ്സ്.
ഈ ക്വാർട്ടേഴ്സിലും ഓരോ ജീവനക്കാർ, ഓരോ ഓഫീസേഴ്സ് താമസിക്കുന്നുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് റെസ്ട്രിക്റ്റഡ് ഏരിയയാണ്, അതുകൊണ്ടാണ് അങ്ങോട്ട് പോയി വീഡിയോ എടുക്കാത്തത്. അപ്പോൾ ഈ കാണുന്ന പ്രദേശമാണ് നമ്മളുടെ ലൈഫ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള, ഡെവലപ്മെൻറ്റ് ബോർഡ് കീഴിലുള്ള നമ്മളെ പുൽമേട്. ഇതങ്ങ് അപ്പുറത്ത് പോകും. ഇതങ്ങ് നോക്കി നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് പോകുന്ന, അതായത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ പരിസരത്ത് വരെ ഈ സാധനം ഇങ്ങനെ വികസിച്ച് ഇങ്ങനെ കിടപ്പുണ്ട്. കണ്ടോ, അതിമനോഹരമായ സ്ഥലം. ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന സ്ഥലമുണ്ടല്ലോ, ആ ബിൽഡിങ്ങിലാണ് പശുക്കളെ രാവിലെ കറവയും അനുബന്ധ ചികിത്സയൊക്കെ ചെയ്യുന്ന സ്ഥലം. ഇവിടെ വെച്ചാണ് അവർക്കുള്ള ചികിത്സകളും ക്ഷീരവികസനവും ഡെവലപ്മെൻറ്റും എല്ലാം നടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വിസിറ്റ് ചെയ്യണം. പോകുന്നതിന് മുമ്പായിട്ട് പെർമിഷൻ കിട്ടുമെന്ന് അറിയത്തില്ല, വീഡിയോയ്ക്ക് പെർമിഷൻ ഇല്ല, അത് വിസിറ്റ് ചെയ്യാം. ഇതാണ് ആ സ്ഥലം. ഈ ലൈഫ് സ്റ്റോക്ക് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കുറച്ചുകൂടി എളുപ്പത്തിൽ പറയാം. നമ്മൾ ബേസിൽ ജോസഫ് നമ്മളുടെ പാൽത്തു ജാൻവർ സിനിമയിൽ അഭിനയിച്ച ഒരു വേഷമുണ്ടല്ലോ, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായിട്ടല്ലേ വരുന്നത്. അപ്പോൾ ഈ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരുടെ ട്രെയിനിങ് എല്ലാം നടക്കുന്നത് മാട്ടുപ്പെട്ടിയിലെ ഈ ലൈഫ് സ്റ്റോക്ക് കോർപ്പറേഷനിൽ വെച്ചാണ്. ഇവിടെ വെച്ചാണ് അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. ഇവിടുന്ന് കൊടുത്ത് ട്രെയിനിങ് നടത്തണമെങ്കിൽ അവരിവിടെ വരണം. ഇവിടെ വെച്ചാണ് അവർക്ക് ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നത്. നമുക്കൊന്ന് മുകളിലേ ഒരു KSRTC ബസ് നിർത്തിയിട്ടേക്കുന്നുണ്ട്. ആണ് KSRTC ബസ്. അതാണ് അവരുടെ മെയിൻ ഓഫീസ്, ലൈഫ് സ്റ്റോക്ക് കോർപ്പറേഷൻ്റെ മെയിൻ ഓഫീസ് അവിടെ. ഇനി നമുക്ക് അങ്ങോട്ട് നടന്നു പോകാം. ഇതാണ് ഇതിൻ്റെ ഒരു ബോർഡ്, കണ്ടോ, KLD ബോർഡ്, കേരള ലൈഫ് സ്റ്റൈൽ ഡെവലപ്മെൻറ്റ് ബോർഡ്. അത് ഗസ്റ്റ് ഹൗസ് അങ്ങോട്ട്, സെൻട്രൽ സിമെൻറ്റ് ബാങ്ക്, ID ബംഗ്ലാവ്. നമ്മൾ താമസിച്ചത് ID ബംഗ്ലാവിലാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുൽമേടാണോ ഇത്. ഈ പുൽമേട് നമ്മൾ ആദ്യമായിട്ടായിരിക്കും പുല്ല് കിളിക്കാൻ വേണ്ടി വെള്ളമൊക്കെ അടിക്കാനുള്ള സൗകര്യം. വെള്ളം ഉണ്ടാകുന്നുണ്ട്, വെള്ളമൊക്കെ അടിച്ച് പുല്ലിനെ വളർത്തുക. ഈ പുല്ലാണ് പശുക്കൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കുന്നത്. മേളിൽ കാണാം, നമുക്ക് പുൽമേട് കാണാം, ഒരു മുട്ടക്കുന്ന് കണക്കൊരു പുൽമേട് കാണാം. ഇതേപോലെ ഗാർഡ് റൂം, പുല്ല് വളർത്തി പശുക്കൾക്ക് വേണ്ടി കൊടുക്കാൻ പുല്ല് വളർത്തുന്ന കാഴ്ച. ഇതാ ഈ ഒരു ബംഗ്ലാവ് നോക്കേ, ഈ ഒരു ബംഗ്ലാവ് എന്ത് രസമാണെന്ന്. പഴയ ബ്രിട്ടീഷുകാരെ കാലഘട്ടത്തിൽ കിട്ടിയ ബിൽഡിങ്സാണ് ഇതൊക്കെ. കാരണം എന്ത് മനോഹരമായിട്ടുണ്ടെന്നൊക്കെ. ഇവിടെയൊക്കെ ഓരോ ഗസ്റ്റുകൾ വരുമ്പോഴത്തേക്ക് VIPs ഒക്കെ വരുമ്പോഴത്തേക്ക് അവർക്ക് താമസിക്കാൻ ഇങ്ങനത്തുള്ള സ്ഥലങ്ങളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ വന്ന വഴിയാണ്. മൂന്നാറിൽ ഇന്നലെ ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴ. നമ്മൾ ഒരു 7 മണിക്ക് റൂമിനകത്ത് കയറി ലോക്കായിപ്പോയി. പിന്നെ പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി രാവിലെ 6 മണിക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഇന്നലെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്, പക്ഷേ ഇതായിരുന്നു പെർഫെക്റ്റ് ടൈം. കാരണം ആ ഒരു നേരം വെളുത്ത് വരുന്ന അന്തരീക്ഷമൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് ഷൂട്ട് ചെയ്യാൻ കഴിയുമല്ലോ, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ഈ കാണുന്നതുണ്ട്, ഇതാണ് മിൽക്ക് ഹൗസ്. ഇവിടെ നിന്നാണ് രാവിലെ പാല് വേണ്ടുന്ന ആൾക്കാർക്ക് പാൽ ഇവിടെ വന്ന് ഇവിടെ നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം. അതായത് നമ്മളുടെ ID ബംഗ്ലാവ്, ആ ബംഗ്ലാവിൻ്റെ അടുത്ത് 1 കിലോമീറ്റർ നടന്നു വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ മിൽക്ക് ഹൗസ്. ഇതുണ്ടോ, ഈ ഏരിയയാണ് പശുക്കളെയൊക്കെ വളർത്തുന്നത്. ഇവിടെ നമുക്ക് അകത്ത് പ്രവേശനമില്ല, ഇവിടെ നിന്ന് മാത്രം എടുക്കാം. ഡിസീസ് കൺട്രോൾ ഏരിയ. നമുക്കിവിടെ നോക്കിയാൽ ഒരുപാട് പശുക്കളെ കാണാൻ പറ്റും. കണ്ടോ, ഈ പശുക്കളെയൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. ഒരിക്കലും അകത്ത് കയറി പ്രവേശനം നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. പശുക്കളെ കണ്ടോ, അതാ പശു നിർത്തിയേക്കുന്നുണ്ട്. പശുവിനെ മൂക്കയറൊന്നും ഇല്ലാത്ത പശുക്കളുടെ വിരഹ കേന്ദ്രം. അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടെ പറയുന്നു, നമുക്കതാ പാൽ വണ്ടി വരും. നോക്കി, ഒരു മിൽമയുടെ വണ്ടി അകത്തൂടെ കയറി വരിക. കണ്ടോ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുന്ന് വന്ന് അവർ പാലെടുത്തുകൊണ്ട് പോകും. അല്ല, പാലെടുത്തുകൊണ്ട് പോയി മിൽമ ഔട്ട്ലെറ്റിൽ കൊടുക്കും. ഇതാണ് ആ കാഴ്ച. ഇതാ ഈ ഒരു ദൃശ്യം കണ്ടു. നമ്മളിതാ നേരത്തെ രാവിലെ വന്നപ്പോഴത്തേക്ക് സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളായിരുന്നു. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സൂര്യൻ ഉദിച്ച് ഇങ്ങനെ നിൽക്കുന്നു, ഇത്രയും ഭാഗത്ത് വെയിൽ കിട്ടാനുണ്ട്. കണ്ടോ, അപ്പോൾ ആ ക്വാർട്ടേഴ്സ് ഇങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു കാഴ്ചയൊക്കെ അതിമനോഹരം അല്ലേ. ഇതാണ് നമ്മളുടെ ട്രാക്ടർ സെക്ഷൻ വണ്ടികളെല്ലാം കൊണ്ടിടുന്ന ഇവിടെ. കണ്ടോ, അപ്പം ഒരുപാട് നിലമൊക്കെ ഉള്ളതുകൊണ്ട്, നിലവും പുല്ലൊക്കെ ഉണ്ടായതുകൊണ്ട് ട്രാക്ടർ വെച്ച് എപ്പോഴും അത് വൃത്തിയാക്കിക്കൊണ്ടും റെഡിയാക്കിക്കൊണ്ടൊക്കെ ഇരിക്കും. ഇതാണ് ഇവിടെ ട്രാക്ടർ സെക്ഷൻ. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കെട്ടിയ പഴയൊരു ബിൽഡിങ്, അതിനകത്തോട്ടൊന്ന് പോകാം. ഇതാണ് നമ്മളുടെ റെസ്റ്റോറൻറ്റ്.
ഈ ബ്രിട്ടീഷുകാർ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബ്രിട്ടീഷുകാർ പണിഞ്ഞത് കൊണ്ടായിരിക്കണം ഇപ്പോഴും ആ ഉഡൻ തണിയിലൊക്കെയാണ് ഇപ്പോഴും ഇത് തീർത്ത് വെച്ചിരിക്കുന്നത്. ഇതിനും യാതൊരു മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. രാവിലെ തന്നെ നല്ല ചൂട് പറക്കുന്ന പുട്ട്, അരിപ്പുട്ട് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി അരിപ്പുട്ടും കറിയായിട്ടൊരു പിടി പിടിക്കാം. 2 ദിവസം സ്റ്റേ കഴിഞ്ഞ് ഇറങ്ങി ഇതാ ബംഗ്ലാവ് പൂട്ടി പെട്ടിയൊക്കെ ആയിട്ട് ഇതാ പോവാം. പെട്ടി പോയിട്ട് താക്കോൽ മേളിൽ കാണുന്നേ ആ സ്റ്റാക്കിൽ കൊടുത്തിട്ട് ഈ വണ്ടി കൊണ്ട് കടയിൽ കൊടുത്ത് പുള്ളിയുടെ കൊടുത്ത് നമ്മൾ തിരിച്ച് വണ്ടി കയറി പോവാം. ഓക്കെ, അപ്പം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഇവിടെ വരിക, മാട്ടുപ്പെട്ടിയുടെ ഈ സൗന്ദര്യം കൺനിറയെ ആസ്വദിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് ഫ്രം മാട്ടുപ്പെട്ടി.